ഡാൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് വ്യത്യസ്തമായ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ബീഫ് ഇടിച്ചുലർത്ത് എന്നാണ് പേര് പോലെ തന്നെ ബീഫിനെ ഇടിച്ച് മയപ്പെടുത്തി ഉലർത്തിയെടുക്കുന്നതാണ്. മസാലകൾ ഒന്നും ചേർക്കാതെ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കാതെ ബീഫിൻ്റെ തനതായ രുചിയോട് കൂടിയ ഒരു ഫ്രൈ ആണിത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 250 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് ബീഫാണിത്. 2 ടീസ്പൂൺ കുരുമുളകിൻ്റെ എരിവാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇത് ഒരു 2 ടീസ്പൂൺ പച്ചമല്ലി, പിന്നെ ഇതൊരു 8 ചുള ചുവന്നുള്ളി ഉണ്ട്. അതൊന്നും വലുതൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പില, 2 ഉണക്കമുളക്. ഇത്രയുമാണ് ബീഫ് ഇടിച്ചുലർത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ പരമ്പരാഗത രീതിയിൽ അമ്മിയിൽ വെച്ച് ഇടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ആദ്യം ഈ മുളകൊന്ന് ചതച്ചെടുക്കാം, പിന്നെ മല്ലി ചതയ്ക്കാം. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ പൊടിച്ചെടുക്കാം. പിന്നെ ബീഫ് നന്നായിട്ട് ചതച്ചെടുക്കണം. ബീഫ് ചതയ്ക്കുമ്പോൾ അമ്മിപ്പിള്ള നേരെ പിടിച്ചിട്ട് ചതയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാൻ പറ്റും. ബീഫ് ചതയ്ക്കാനായിട്ട് അമ്മിയോ ഉരലോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതൊന്നും ഇല്ലാത്തവർ മിക്സി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ബീഫെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് വെച്ചിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. ഇതുണ്ടോ, നന്നായിട്ട് ഇത് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. ഈ മല്ലി ഒരു പകുതി ഇടാം. ബീഫിൽ ഉപ്പും എരിവും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ബീഫ് ചതച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ മുളകും വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് കോരിയെടുക്കാം. നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വെളിച്ചെണ്ണയുമായി യോജിപ്പിക്കണം.
ഇത് വേവാനായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. പാത്രം വെച്ചൊന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ചുവന്നുള്ളി ഇരിക്കണതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് കേട്ടോ. ഫ്രൈ ആയിട്ട് കിട്ടും. മറ്റേ നമ്മൾ സാധാരണ ബീഫൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം വേണമല്ലോ അത് വേവാൻ തന്നെ. അപ്പോൾ ഇതിന് അത്രയും സമയമൊന്നും ആവശ്യമില്ല. ഉള്ളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതാ ഈ മല്ലി ബാക്കി വെച്ചേക്കണ മല്ലിയാണത്, അതും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ബീഫ് ഫ്രൈ വെന്തിട്ടുണ്ട്. ഇവിടെ പാകത്തിനായിട്ടുണ്ട്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കണത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിയ പോലെ ആയിപ്പോകും, വേവയില്ല. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയായിട്ട് അങ്ങനെ കിടന്നോളും. മല്ലിയൊക്കെ ഇത് കഴിക്കണ സമയത്ത് മല്ലിയൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇടിച്ചുലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന ഈ മുളകും വേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇളക്കിയേക്കാം. ഇത് കാണാനൊരു ഭംഗിക്കും ഒക്കെ ആയിട്ട് ഇതിൽ മുളകിൻ്റെ എരിവൊന്നും ഇതിൽ കിട്ടണമെന്നില്ല. ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. എല്ലാവരും ബീഫ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.